ഹായ് ഹലോ. നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകതരമായിട്ടൊരു ശീലമുണ്ട്. അതായത് ഫുഡ് എന്ത് കഴിച്ചാലും പല്ലിൽ കുത്തുക അല്ലേ. അതിപ്പോൾ ഫുഡ് കയറിയിരുന്നാലും കയറിയിരുന്നില്ലെങ്കിലും നമുക്ക് ടൂത്ത് പിക്കോ കമ്പോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നോ യൂസ് ചെയ്ത് കുത്തിയെങ്കിലേ ഒരു സമാധാനം വരൂ എന്നൊരു ശീലമാക്കി എടുത്തിരിക്കുകയാണ്. ഈ ശീലം നല്ലതാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഹോട്ടലുകളിലും ഫ്രണ്ടിലെ റിസപ്ഷനിലും ഇത് അവൈലബിളുമാണ്. ശരിക്കും ഈ ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് അല്ലെങ്കിൽ സേഫ്റ്റി പിൻ യൂസ് ചെയ്ത് ഫുഡിനെ നിങ്ങൾ പുറത്തെടുത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് വരാറുണ്ടോ? ഓക്കെ. നമ്മൾ കോമൺ ആയിട്ട് നോൺ വെജസ് കഴിക്കുമ്പോൾ, അതായത് ചിക്കൻ, മീറ്റ് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുകയും അതേപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുമ്പോഴാണ് നമ്മുടെ പല്ലിനിടയിൽ ഇത് കയറി ലോക്കായിട്ടിരിക്കുന്നത്. സോ ദാറ്റ് അതിനെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ടൂത്ത് പിക്ക് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കുത്താറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എയിം ഈ ഫുഡിനെ പുറത്തെടുത്ത് കളയുക എന്നാണെങ്കിൽ നിങ്ങൾ ഓരോ തവണ കുത്തുമ്പോഴും നമ്മുടെ പല്ലിനിടയ്ക്കുള്ള സ്പേസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇതുമൂലം പുറത്തേക്ക് വരേണ്ട ഫുഡ് കൂടുതലായിട്ട് ഉള്ളിലേക്ക് കയറി ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പിന്നെയും പിന്നെയും കുത്തും. സോ ദാറ്റ് നമ്മുടെ മോണ പിന്നെയും പിന്നെയും ഇറിറ്റേറ്റഡ് ആവും. പല്ലുകൾക്കും മോണയ്ക്കും അടുത്തുണ്ടായിരുന്ന വളരെ ചെറിയ സ്പേസ് നമ്മൾ തന്നെ വലുതാക്കാണ് ചെയ്യുന്നത്. ഇനി ഈ കുടുങ്ങിയ ഫുഡിനെ എങ്ങനെ പുറത്ത് കളയാം നോക്കിയാലോ? വായോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബ്രഷ് ചെയ്യാം. പക്ഷെ ബ്രഷിങ് എന്ന് പറയുന്ന ഓപ്ഷൻ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. വോക്കിംഗ് ആയിട്ടുള്ളവരുണ്ട്, ട്രാവലിംഗ് ആയിട്ടുള്ളവരുണ്ട്. അപ്പം 24 hours നമുക്കൊരു ബ്രഷ് കൊണ്ട് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ ദാറ്റ് ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് ഫ്ലോസ് എന്ന് പറയുന്ന ഒരു സാധനം അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് ഡെന്റൽ ഫ്ലോസ്. അത് വാക്സ്ഡ് ആയിട്ടുള്ള ത്രെഡാണ്. ഈ കാണുന്ന പോലെ നമ്മുടെ പല്ലുകൾക്കിടയിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് റേസ് ചെയ്യുമ്പോൾ ആ ലോഡ്ജ് ആയിരിക്കുന്ന ഫുഡ് പുറത്തേക്ക് വരും. സോ നിങ്ങളുടെ ഗം ഇറിറ്റേറ്റഡ് ആവത്തില്ല, ഇത് വാക്സ്ഡ് ആയതുകൊണ്ട്. ഓക്കെ. ഇനി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യണമെന്നാണെങ്കിൽ ഇപ്പം മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് വാട്ടർ ഫ്ലോസർ എന്ന് പറയും. ഇതിൽ ഹൈ പ്രഷറിൽ വാട്ടർ വരും. സോ ദാറ്റ് നമ്മുടെ ലോഡ്ജ് ആയിരിക്കുന്ന ടൂത്തിൽ നിന്ന് ആ പ്രഷറിൽ ഫുഡ് പുറത്തേക്ക് വരും. ഈ വാട്ടർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗമ്മോ ടീത്തോ ഒന്നും തന്നെ ഇറിറ്റേറ്റഡ് ആവത്തില്ല. ഇനി വേറൊരു സംശയം കാണും, ഈ ലോഡ്ജ് ആയിരിക്കുന്ന ഫുഡിനെ ഇപ്പോൾ പുറത്തെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ലോഡ്ജ് ആയിരിക്കുന്ന ഫുഡിനെ നിങ്ങൾ പുറത്തെടുത്ത് കളഞ്ഞില്ല എങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ ടൂത്തിലാണ് മിക്കപ്പോഴും, അതായത് രണ്ട് പല്ലുകൾക്കിടയിലായിരിക്കും മിക്കപ്പോഴും ഫുഡ് കയറി ലോഡ്ജ് ആവുന്നത്. സോ ദാറ്റ് ഇത് അവിടെ ഇരുന്ന് തന്നെ നമ്മുടെ രണ്ട് പല്ലുകളിലും കേട് വരാനായിട്ട് ചാൻസസ് ഒരു 110% ഉറപ്പാണ്. അപ്പം മോണയ്ക്കടിയിലേക്ക് ആവുമ്പോൾ നമ്മുടെ വേരിലേക്ക് ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുഡിനെ പുറത്തെടുത്ത് കളയാം. ഒരിക്കലും ടൂത്ത് പിക്സ്, സേഫ്റ്റി പിന് അല്ലെങ്കിൽ ഈർക്കില്, കമ്പ്, കയ്യിൽ കിട്ടുന്ന എന്ത് ചിലരുണ്ട് വിസിറ്റിംഗ് കാർഡ്സ് പോലെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ മെഡിസിൻ